സോ ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്റർ വേവ് ഓപ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്ലസ് വണ്ണിലെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേവിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബേസിക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ അല്ലേ? അപ്പോൾ പ്ലസ് ടുവിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് വേവ് ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ് എന്നുള്ള ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള രണ്ട് മെയിൻ ഫാക്ടേഴ്സാണ് ഈ വേവ് ഒപ്റ്റിക്സും അതുപോലെ റേ ഒപ്റ്റിക്സും അല്ലേ? അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ലൈറ്റിനെ തന്നെ നമ്മളൊരു റേ ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു വേവ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ? സോ എന്താണ് നമ്മൾ ഈ മറ്റേ അന്യനിൽ ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞല്ലോ അല്ലേ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ, ആരൊക്കെയായിരുന്നു? അന്യനും അമ്പിയും അല്ലേ? സോ അതുപോലെ നമ്മുടെ ലൈറ്റിനും എന്താണ് ഈ ഒരു വേവ് നേച്ചറും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. ഓക്കെ, സോ എന്താണ് ഈ പാർട്ടിക്കിൾ നേച്ചർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് റേ ഒപ്റ്റിക്സ് അല്ലേ, റേ ഒപ്റ്റിക്സ് ഒരു പാഠം പഠിക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ വേവ് നേച്ചർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു പാഠം പഠിക്കേണ്ടി വന്നത് അല്ലേ? അപ്പോൾ ഈ പാഠമൊക്കെ പഠിക്കേണ്ടി വന്നത് ഇതുകൊണ്ടാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പക്ഷെ എന്താണ്, നിങ്ങൾ ലൈറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ഫിനോമിനൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് പഠിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള പല കാര്യങ്ങളെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ലൈറ്റിൻ്റെ ഈ ഒരു ഡുവൽ നേച്ചറാണ് കാരണമായിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് റേ ഓപ്റ്റിക്സിൽ നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ട് കുറേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതിൻ്റെ കുറേ ഫാക്ടേഴ്സ് നമുക്ക് വേണം. ബട്ട് സ്റ്റിൽ ഓക്കെ, ഇതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൈറ്റിനെ വേവ് ആയിട്ടാണെന്നുള്ളതാണ് നമ്മുടെ ബേസിക് ഫാക്ടർ. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ഒത്തിരി സയൻറ്റിസ്റ്റുകൾ ഈ ഒരു ഫീൽഡിൽ പല കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് ആള് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസക് ന്യൂട്ടൺ. ഓക്കെ, സോ ഐസക് ന്യൂട്ടൺ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഫിസിക്സിന്റെ ഫീൽഡിൽ തന്നിട്ടുള്ള ഒരു വലിയൊരു സയന്റിസ്റ്റ് ആണ്, വളരെ എമിനന്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് അല്ലേ? അപ്പം ഐസക് ന്യൂട്ടൺ ആണ് ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? ഓക്കെ, സോ ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണെന്ന്. ഓക്കെ, സോ ലൈറ്റ് ഇസ് എ പാർട്ടിക്കിൾ. സോ എന്താണ് ഐസക് ന്യൂട്ടൺ? ഓക്കെ, ഐസക് ന്യൂട്ടൺ ആണ് എന്ത് പറഞ്ഞത്? മക്കളെ, നമ്മുടെ ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണെന്ന്. ഓക്കെ, ലൈറ്റ് ഇസ് എ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ ന്യൂട്ടൺ ഇങ്ങനെ ഒരു തിയറി ഫുഡ് ഫോർവേഡ് ചെയ്തു. സോ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റേ ഒപ്റ്റിക്സ് ഒക്കെ പഠിക്കുക. അതായത് ലൈറ്റിനെ നമ്മൾ റേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതേസമയം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൈഗൺ എത്തി. ഓക്കെ, ക്രിസ്ത്യൻ ഹൈഗൻസ്. ഓക്കെ, അപ്പൊ ഹൈഗണിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ലൈറ്റിന് ഈ ഒരു റേ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്താണ്? ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണ്. കാരണം ലൈറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്താണ് കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ കുറേ പാർട്ടിക്കിൾസ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ലൈറ്റിനെ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ലൈറ്റിനെ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ലൈറ്റ് ഒരു വേവിന്റെ നേച്ചർ ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്ന ആരാണ് മക്കളെ? നമ്മുടെ ക്രിസ്ത്യൻ ഹൈഗൻസ് ആണ്. ഓക്കെ, സോ ഹൈഗൻസ് ആണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഒക്കെ നിങ്ങൾ ഇതിൽ പഠിക്കും. ഓക്കെ, ഹൈഗൻസ് എന്താണ് പറഞ്ഞത്? ലൈറ്റ് ഇസ് എ വേവ്. ഓക്കെ, ലൈറ്റ് ഇസ് എ വേവ്. സോ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ വന്നു അല്ലേ, ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള. ഓക്കെ, പക്ഷെ പിന്നീടാണ് നമ്മൾ ഇതിനകത്ത് ഒരു കോംപ്രമൈസ് രീതിയിലേക്ക് എത്തിയത്. കാരണം ലൈറ്റ് റേ അല്ല എന്നും പറയാൻ പറ്റില്ല, വേവ് അല്ല എന്നും പറയത്തില്ല. കാരണം ലൈറ്റിന് രണ്ട് നേച്ചറും ലൈറ്റിനുണ്ട് അല്ലേ? ലൈറ്റ് വേവ് ആയിട്ടും ബിഹേവ് ചെയ്യുന്നുണ്ട്, പാർട്ടിക്കിൾ നേച്ചറായിട്ടും ബിഹേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പിന്നീട് നിങ്ങൾ ഇങ്ങോട്ട് പഠിക്കും ഈ വേവ് ആണെന്ന് നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്ത ഹൈഗൺ ആണ് അല്ലേ? നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഐസക് ന്യൂട്ടൺ ആണ് പറയുന്നത് ലൈറ്റ് പാർട്ടിക്കിൾ നേച്ചർ ആണ് അല്ലേ? നമ്മൾ ലൈറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് ഫോട്ടോൺസ് എന്നൊക്കെ നിങ്ങൾ പഠിക്കും, E=hν എന്നൊക്കെ. ഓക്കെ, സോ ലൈറ്റിന്റെ ഇങ്ങനെ രണ്ട് തിയറീസ് വന്നപ്പോൾ നിങ്ങൾക്കറിയാം ഐസക് ന്യൂട്ടൺ ആണ്. ഇപ്പം നിങ്ങൾ ഹൈഗനെ വെച്ച് നോക്കുമ്പോൾ ഐസക് ന്യൂട്ടൺ ആണ് കുറച്ചുകൂടെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ തട്ടായിരുന്നു കുറച്ച് താണു നിൽക്കണം അല്ലേ? പക്ഷെ പിന്നീട് പല സയന്റിസ്റ്റുകളും ലൈറ്റ് ഒരു വേവ് ആണെന്നുള്ള ആ ഒരു തിയറീനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഇതും ശ്രമിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒക്കെ വന്നതൊക്കെ. ഓക്കെ, സോ ഈ യങ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പിന്നീട് അതിനകത്ത് പല കോൺട്രിബ്യൂഷൻസും നടത്തുകയൊക്കെ ചെയ്തു. സോ ഇങ്ങനെ ഒരു ആദ്യം ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ വന്നിട്ടാണ് അവസാനം നമ്മൾ കണ്ടുപിടിച്ചത് ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, അതുപോലെ തന്നെ വേവ് നേച്ചറും ഉണ്ടെന്ന്. ഓക്കെ മക്കളെ, അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ വേവ് ഒപ്റ്റിക്സിലേക്ക് നമ്മൾ കടന്നതെന്നാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? സോ നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ മെയിൻ ആയിട്ട് ലൈറ്റിനെ വേവ് ആയിട്ട് ആണ് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ എന്താണ് ഈ വേവ് ഫ്രണ്ട്? ഓക്കെ, വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേവ് ആയിട്ടാണ് ലൈറ്റ് പോകുന്നതെന്നാണ് നമ്മുടെ ഇതിലുള്ള നമ്മൾ ഫാക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലേ?
നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഒരു കുളത്തിൽ ചെന്നു, ഓക്കെ, കുളത്തിന്റെ അടുത്ത് ചെന്ന് എന്താ നിങ്ങളൊരു കല്ലെടുത്തെറിയുന്നു, എന്ത് സംഭവിക്കും മക്കളെ? സ്വാഭാവികമായിട്ട് കല്ല് പോകും. അതുപോലെ തന്നെ എന്താണ്, ആ കല്ല് വെള്ളത്തിൽ ചെന്ന് പതിക്കുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ സർക്കുലർ റിങ്സ് ഇങ്ങനെ ഫോം ചെയ്യുന്ന കാണാം അല്ലേ? അപ്പൊ അതാണ് എന്ത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേവ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ നിങ്ങളത് എങ്ങനെ നമുക്കതൊന്ന് ഡിനോട്ട് ചെയ്യാം? ഓക്കെ, സോ സപ്പോസ് ഇതാണെങ്കിൽ വെള്ളത്തുള്ളികളെങ്കിലും എന്താണ് ഇങ്ങനെ വട്ടം വട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് മിസ്സിന് അറിയില്ല. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വട്ടം വട്ടം എന്താണ് മക്കളെ, ഒരു സർക്കുലർ റിങ്ങിൽ എന്ത് പറ്റും, വേവ് ഇങ്ങനെ ഫോം ചെയ്യുന്ന കാണാം അല്ലേ? അപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വാട്ടർ മീഡിയത്തിൽ നമ്മളൊരു സോളിഡ് സബ്സ്റ്റൻസ് എറിയുന്നതാണ്. അപ്പൊ അവിടെ ഒരു സംഭവം ഇങ്ങനെ ഫോം ചെയ്യുന്ന കണ്ടില്ല, അതിൻ്റെ പോലെയാണ് എന്ത്, ലൈറ്റ് വേവ് ഫ്രണ്ട്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ആ ഒരു ഷേപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മിസ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. സോ എന്താണ് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ്, ഓക്കെ, ലൈറ്റ് ഒരു വേവ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത് നമ്മൾ പറയുമ്പം ആ വേവിന്റെ മോഷൻ എങ്ങനെയായിരിക്കും, സർക്കുലർ റിങ്സ് ആയിട്ടായിരിക്കും. ഓക്കെ, സോ ദ മോഷൻ ഓഫ് വേവ് വാസ് മോഷൻ ഓഫ് സർക്കുലർ റിങ്. ഒരു സർക്കുലർ റിങ്സ് ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് മൂവ് ചെയ്യുന്ന വരെ നമുക്ക് തോന്നും. ഈ സർക്കുലർ റിങ്ങിനെയാണ് നിങ്ങൾ പറയുക വേവ് ഫ്രണ്ടുകൾ എന്ന്. ഓക്കെ, ഈ സർക്കുലർ റിങ്ങുകളെയാണ് വേവ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ വേവ് ഫ്രണ്ടുകളായിട്ടാണ്, അതായത് സർക്കുലർ റിങ്സ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അതിനാണ് നിങ്ങൾ വേവ് ഫ്രണ്ട് എന്ന് പറയുക. ഓക്കെ, സോ എന്താണ് വേവ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക, ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം പോയിന്റ്സിനെയാണ് നിങ്ങൾ എന്ത് പറയാ മക്കളെ, വേവ് ഫ്രണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം, ഇപ്പൊ നിങ്ങൾ പറയും അല്ലെ, നിങ്ങളൊരു ഗ്യാങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരേ എന്താണ് നിങ്ങൾ പറയും, ഒരേ ഫ്രീക്വൻസി ഉള്ള അല്ലെ ഒരേ വേവ് ലെങ്ത് ഉള്ള കുറച്ച് കുട്ടികൾ ഒരുമിച്ചാണ് ഒരു ഗ്യാങ് ആവും അല്ലെ? നിങ്ങളുടെ സെയിം രീതിയിൽ ചിന്തിക്കുന്ന, നിങ്ങളുടെ സെയിം, നിങ്ങൾ പറയും അല്ലെ, സെയിം വേവ് ലെങ്ത് ഉള്ള ആൾക്കാരെന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മുടെ വേവ് ഫ്രണ്ടിന്റെ കാര്യം. വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, wavefront is termed as a wavefront is termed as focus of all particles which are vibrating in same phase. ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം, ഓക്കെ, ഒരു കൂട്ടം ആൾക്കാർ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ്. അതിനകത്ത് വേർഡാണ് locus. Okay, locus of all points which are vibrating in same phase is called as wavefront. Okay, so ഇങ്ങനെ സർക്കുലർ റിംഗ് ആയിട്ട് മൂവ് ചെയ്യുന്നു, അപ്പോൾ അവിടെ കുറേ പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ എന്താണ്, ഒരേ ഫേസിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, വേവ് ഫ്രണ്ട്. ഓക്കെ അല്ലേ? സോ ഈ വേവ് ഫ്രണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒത്തിരി തിയറീസ് ഉണ്ട്. അതിന് മുന്നേ നമുക്ക് പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, അപ്പോൾ വേവ് ഫ്രണ്ട് എന്തായിരുന്നു, ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ഇതിന്റെ പോയിന്റ്സിന്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, വേവ് ഫ്രണ്ട് എന്ന് പറയാ. ഓക്കെ, ഫൈൻ. സോ പല തരത്തിലുള്ള വേവ് ഫ്രണ്ടുകളുണ്ട്. നമ്മൾ പറഞ്ഞു, നമ്മൾ ലൈറ്റിനെ ഒരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ലൈറ്റിനെ പല രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെ, പല സോഴ്സുകളിൽ നിന്ന് ലൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പല സോഴ്സുകൾ എടുക്കുവാണെങ്കിൽ ഇവയെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് ഒരേപോലെ ആയിരിക്കുമോ? അല്ല അല്ലെ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോഴ്സുകൾക്ക് ഡിഫറെന്റ് വേവ് ഫ്രണ്ട് ആയിരിക്കും ഫോം ചെയ്യാം. അപ്പം നമ്മളോട് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സോഴ്സസ് തന്നിട്ട് എന്താ ചോദിക്കാൻ ചാൻസ് ഉള്ളേ, വേവ് ഫ്രണ്ട് ഡിഫൈൻ ചെയ്യാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് പല സോഴ്സുകൾ തരുന്നു, എന്നിട്ട് നിങ്ങളോട് പറയാണ് അതിന്റെ വേവ് ഫ്രണ്ട് വരയ്ക്കാന്ന്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ, നിങ്ങൾക്ക് ആ സോഴ്സുകൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, ഡയറക്ട്ലി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിലേക്ക് അതിന്റെ ഫിഗേഴ്സ് വരയ്ക്കാൻ പറ്റണം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, പോയിന്റ് സോഴ്സുകൾ. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ പോയിന്റ് സോഴ്സ്? അപ്പൊ നിങ്ങളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള. ഓക്കെ, ഇപ്പൊ സപ്പോസ് പോയിന്റ് സോഴ്സ്, ഇപ്പൊ പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉദാഹരണത്തിന് ബൾബുകളൊക്കെ അല്ലെ, ബൾബുകളൊക്കെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വരുന്ന പോലെയാണ് അല്ലെ. അപ്പൊ ബൾബ് എന്ന് പറയുന്ന ഒരു പോയിന്റ് സോഴ്സ് ആണ്. അപ്പൊ ജനറലി മേ ബി പോയിന്റ് സോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അവരൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പോയിന്റ് സോഴ്സുകൾ എന്ന് വരുന്നത് എങ്ങനെയായിരിക്കും, വേവ് ഫ്രണ്ട്. ഇപ്പം ഇതൊരു പോയിന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഇതൊരു സോഴ്സ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ചുറ്റും വരുന്ന വേവ് ഫ്രണ്ടുകൾ എങ്ങനെയായിരിക്കും മക്കളെ, ഇതിന് ചുറ്റും വരുന്ന വേവ് ഫ്രണ്ടുകൾ നമുക്കറിയാം സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും, സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ഒരു പോയിന്റ് എടുത്തു, ആ പോയിന്റിന് ചുറ്റും എന്ത് ചെയ്യുക, സ്ഫിയേഴ്സ് വരയ്ക്കുക. ഓക്കെ, സ്ഫിയേഴ്സ് വരച്ച് നിങ്ങൾക്ക് അവിടെ വരയ്ക്കാവുന്നതാണ് ഡിഫറെൻറ്റ് വേവ് ഫ്രണ്ട്സിൻ്റെ അല്ലേ. ഇപ്പൊ എന്ത് ചെയ്യുക, ഇപ്പൊ നിങ്ങളൊരു ലോക്കസ് ഓഫ് പോയിന്റ്സ് എടുത്തു, അതിന് ചുറ്റും എന്താണ്, സ്ഫിയേഴ്സ് വരയ്ക്കുക. ഓക്കെ, സോ ഒരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ എന്താണ്, ഇതാണ് ഒരു പോയിന്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു പോയിന്റ് ആണെങ്കിൽ അതിന് ചുറ്റും എങ്ങനെയായിരിക്കും വേവ് ഫ്രണ്ട് ഫോം ചെയ്യുക. ഓക്കെ, അതിന് ചുറ്റും
സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, സോ ഫോർ എ പോയിന്റ് സോഴ്സ് എന്തായിരിക്കും വേവ് ഫ്രണ്ട്? വേവ് ഫ്രണ്ട് വിൽ ബി സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. ഓക്കെ, സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ബൾബ് അല്ലെ, സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർ എ സോഴ്സ് അറ്റ് ഇൻഫിനിറ്റിയിലുള്ള ഒരു സോഴ്സ് ആണെന്ന് വിചാരിക്കുക മക്കളെ. ഇൻഫിനിറ്റിയിലുള്ള സോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റും? ഇൻഫിനിറ്റിയിലുള്ള സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അനന്തത എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ. അതായത് നമുക്ക് കാണാൻ പറ്റാത്ത ദൂരത്തെയാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇൻഫിനിറ്റിയിൽ നമുക്ക് എന്തൊക്കെ സോഴ്സുകൾ ഉണ്ടാകും? നമുക്കറിയാം സണ്ണ്, സ്റ്റാറുകൾ, ഇതൊക്കെ നമ്മൾ ടെലിസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ അതിൽ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഇതിനെ നെയ്ക്കഡ് ആയിക്കൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ ഇത് ഇൻഫിനിറ്റിയിൽ ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ സോഴ്സസ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എന്താ? സൺലൈറ്റ് ഫ്രം ദ സ്റ്റാർസ്. ഓക്കെ, സണ്ണിൽ നിന്നുള്ള ലൈറ്റ്, അതുപോലെ സ്റ്റാറിൽ നിന്നുള്ള. ഓക്കെ, ഇതൊക്കെ ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? സ്റ്റാർസ് നിന്നുള്ള ലൈറ്റ്, സൺലൈറ്റ്. ഇത് സൺലൈറ്റ് സ്റ്റാറിൽ നിന്നാണ് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പം ഈ ലൈറ്റ് ഒക്കെ ദിസ് ആർ ദ സോഴ്സസ് ഫ്രം ഇൻഫിനിറ്റി. അതായത് സ്റ്റാറിൽ നിന്നുള്ള ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ദൂരത്തു നിന്നുള്ള ലൈറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ സോഴ്സസ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയാം. നമ്മൾ പോയിന്റ് സോഴ്സുകൾ പറഞ്ഞു, ദേ പ്രൊഡ്യൂസ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് അല്ലേ. പോയിന്റ് സോഴ്സസിന്റെ എക്സാമ്പിൾ ബൾബ്, ക്യാൻഡിൽ, ഇതൊക്കെ പോയിന്റ് സോഴ്സുകളാണ് അല്ലെ. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് നമുക്ക് ലൈറ്റ് കിട്ടുന്ന പോലെയാണ്. സോ ബൾബ്, അതുപോലെ ക്യാൻഡിൽ, ഇതൊക്കെ പോയിന്റ് സോഴ്സസ് ആണ് ആൻഡ് ദേ പ്രൊഡ്യൂസ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ്. അതേസമയം ഇൻഫിനിറ്റിയിലുള്ള സോഴ്സുകൾ അല്ലെ, അതായത് സ്റ്റാർസ് എന്നുള്ള ലൈറ്റ്, ഇതൊക്കെ എങ്ങനെയാണ്? അവർ ഏത് തരത്തിലുള്ള വേവ് ഫ്രണ്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക? ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വിചാരിക്കുകയാണ് ഒരു ഇൻഫിനിറ്റിയിൽ നിന്നൊരു സോഴ്സ്, ഓക്കെ, ഒരു സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. എന്ത് റേസ് ആയിരിക്കും? പാരലൽ റേസ് ആയിരിക്കും ദേ പ്രൊഡ്യൂസ് അല്ലെ. ദേ പ്രൊഡ്യൂസ് പാരലൽ റേസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ച് പാരലൽ റേസ് വരയ്ക്കുക. ഓക്കെ, സോ ദീസ് ആർ ദി പാരലൽ റേസ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? പാരലൽ റേസ് വന്നു. ഇനി ഈ പാരലൽ റേസ് പാരലൽ റേസ് വന്നു കഴിയുമ്പം ഏത് തരത്തിലുള്ള വേവ് ഫ്രണ്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയുന്നാൽ എങ്ങനെയായിരിക്കും? ദേ പ്രൊഡ്യൂസ് പ്ലാനാർ വേവ് ഫ്രണ്ട്. ഓക്കെ, സോ ദേ പ്രൊഡ്യൂസ് പ്ലെയിനാർ വേവ് ഫ്രണ്ട്. ഓക്കെ, ഇങ്ങനത്തെ പ്ലെയിൻസിലുള്ള വേവ് ഫ്രണ്ടുകളായിരിക്കും ആര് പ്രൊഡ്യൂസ് ചെയ്യുക? പാരലൽ റേസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ സെക്കൻഡ് വൺ ഫോർ സോഴ്സസ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി, ഉദാഹരണത്തിന് സ്റ്റാർസിൽ നിന്നൊക്കെയുള്ള ലൈറ്റ് അല്ലേ. ഫോർ സോഴ്സസ് അറ്റ് ഇൻഫിനിറ്റി ദേ പ്രൊഡ്യൂസ് പ്ലെയിനാർ വേവ് ഫ്രണ്ട്. പ്ലെയിനാർ വേവ് ഫ്രണ്ട്. ഓക്കെ, സോ നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പം എപ്പോഴും നല്ല നീറ്റായിട്ട് റൂളറൊക്കെ വെച്ച് തന്നെ വരയ്ക്കുക, കൈകൊണ്ട് വരയ്ക്കാതെ. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടി ഒരു പ്രൊഫഷണലിസം വരും. അപ്പം നിങ്ങൾ കുറച്ചും കൂടി ഇൻപുട്ട് അതിനകത്ത് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ ടീച്ചേഴ്സിന് മനസ്സിലാവും. ഓക്കെ ആണോ? ഓക്കെ, സോ ഇങ്ങനത്തെ പ്ലെയിൻസ് വരയ്ക്കുക. സോ ദേ പ്രൊഡ്യൂസ് പ്ലെയിനാർ വേവ് ഫ്രണ്ട്. ഓക്കെ ആണോ? സോ ഫോർ സോഴ്സസ് അറ്റ് ഇൻഫിനിറ്റി ദേ പ്രൊഡ്യൂസ് പ്ലെയിനാർ വേവ് ഫ്രണ്ട്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീനിയർ സോഴ്സുകളെ കുറിച്ചും കൂടിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ തേർഡ് വൺ വാസ് ലീനിയർ സോഴ്സ്. ഓക്കെ, അതായത് സോഴ്സസ് അറ്റ് ഇൻഫിനിറ്റി നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ പോയിന്റ് സോഴ്സുകളും പഠിച്ചു. ഈ തേർഡ് ഫോം ഓഫ് സോഴ്സ് ലീനിയർ സോഴ്സ്. ഓക്കെ, അതായത് ലീനിയർ എന്ന് പറഞ്ഞാൽ അലോങ് ദ ലെങ്ത് അല്ലേ. സോ ലീനിയർ സോഴ്സുകൾ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ടുകളായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ലീനിയർ സോഴ്സ് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക? ട്യൂബ് ലൈറ്റ് അല്ലേ, അതൊരു ഇങ്ങനെ ഒരു ലെങ്ത്തിലുള്ളതാണ്. അതുപോലെ ഒരു സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ ഒരു പർട്ടിക്കുലർ ലെങ്ത്തിലുള്ളതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, മിനിമം രണ്ടായിട്ട് അല്ലെ, ഒരു ഓട്ട ചെറിയ ഒരു ഇത്. ഓക്കെ, അപ്പൊ സ്ലിറ്റുകൾ, ട്യൂബ് ലൈറ്റ്, ഇതൊക്കെ ദേ ആർ ലീനിയർ സോഴ്സസ്. ഓക്കെ, സ്ലിറ്റ് ഒക്കെ ലീനിയർ സോഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ളത് എന്ത് തരത്തിലുള്ള വേവ് ഫ്രണ്ട്സ് ആയിരിക്കും ഉണ്ടാക്കുക? ലീനിയർ സോഴ്സസ് പ്രൊഡ്യൂസ് വാട്ട് കൈൻഡ് ഓഫ് വേവ് ഫ്രണ്ട്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് ആണ് മക്കളെ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്. ഓക്കെ, സോ ഇഫ് ഇറ്റ് ഇസ് എ ലീനിയർ സോഴ്സ് ആണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് വേവ് ഫ്രണ്ട്? നമുക്ക് കിട്ടുന്നത് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും. ഓക്കെ, ഇതിങ്ങനെ സിലിണ്ടർ. സോ വി ഗെറ്റ് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്സ്. ഓക്കെ, സോ ലീനിയർ സോഴ്സസ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തായിരിക്കും? സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും. ഓക്കെ, സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്സ്. സോ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പക്കായിട്ട് ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പോയിന്റ് സോഴ്സുകൾ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. രണ്ടാമത്തത് സോഴ്സസ് അറ്റ് ഇൻഫിനിറ്റി, ഉദാഹരണത്തിന് സ്റ്റാർസ് എന്നൊക്കെയുള്ള ലൈറ്റ് അല്ലേ,
അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? പാരലൽ റേസ് വരുന്നു, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലെയിനാർ വേവ് ഫ്രണ്ട് ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താണ്? ലീനിയർ സോഴ്സസ് ലീനിയർ ആണെങ്കിൽ ഇപ്പൊ സ്ലിറ്റ്, ട്യൂബ്ലൈറ്റ്, ഇതൊക്കെ എന്താണ്? ലീനിയർ സോഴ്സുകളാണ് അല്ലെ. അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദേ പ്രൊഡ്യൂസ് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്സ്. ഓക്കെ, സോ എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. ലീനിയർ സോഴ്സിന്റെ എക്സാമ്പിൾസ് അതുപോലെ തന്നെ പോയിന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ബൾബ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ക്യാൻഡിൽ ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ എന്തായിരുന്നു നമ്മൾ പഠിച്ച? സോഴ്സസ് അറ്റ് ഇൻഫിനിറ്റി, സ്റ്റാർസ് എന്നും ഒക്കെ ഉള്ള റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് അല്ലേ, അവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലെയിനാർ വേവ് ഫ്രണ്ട് ആയിരിക്കും. സോ സോഴ്സസും അതിന്റെ വേവ് ഫ്രണ്ട് എന്താണ് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കത് വരയ്ക്കാൻ പറ്റണം. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു എന്താണ് ബേസിക്സ് എന്ന് പറയുന്നത്. എന്താണ് വേവ് ഫ്രണ്ട്, ഡിഫറെന്റ് സോഴ്സുകളും അവയുടെ വേവ് ഫ്രണ്ടും പഠിക്കാം. അപ്പൊ നമ്മൾ ലൈറ്റ് ഒരു വേവ് ആണെന്ന് നമ്മുടെ ക്രിസ്റ്റ്യൻ ഹൈജൻസ് പ്രപ്പോസ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ അതിനെന്താണ്? അതിന് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് ലോസ് ഉണ്ട്. നമുക്കിപ്പോ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ നമുക്ക് അതൊരു ലോ ആയിട്ട് വരുമോ? ഇല്ല അല്ലെ. സോ ക്രിസ്റ്റ്യൻ ഹൈജൻസ് പ്രപ്പോസ് ചെയ്ത കുറച്ച് എന്താണ് തിയറീസ് ഉണ്ട് ഇതിനെ ബേസ് ചെയ്ത്. ഓക്കെ, ഇത് നമ്മൾ ലൈറ്റിനെ ഒരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. സോ ആ ഒരു ഫാക്ടേഴ്സ് എന്താന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ക്രിസ്റ്റ്യൻ ഹൈജൻസ് പ്രപ്പോസ് ചെയ്ത എന്തൊക്കെയാണ് ഫാക്ട്സ് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈച്ച് പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്. ഓക്കെ, അതായത് നിങ്ങളൊരു സോഴ്സ് എടുക്കുന്നു, നമ്മൾ പറഞ്ഞു ഒരു സോഴ്സിൽ നിന്ന് എന്താണ് വേവ് ഫ്രണ്ടുകൾ ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ സോഴ്സിൽ നിന്ന് വേവ് ഫ്രണ്ട് ഉണ്ടാവുന്നു. അപ്പൊ ആ വേവ് ഫ്രണ്ട് ആ ഒരു സോഴ്സ് ഒരു വേവ് ഫ്രണ്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് വേവ് ഫ്രണ്ടിലുള്ള ഓരോ പോയിന്റ്സ് സോ ഈച്ച് പോയിന്റ് ഓൺ ദി വേവ് ഫ്രണ്ട് എന്നാണ് പറയുക അല്ലെ. ഈച്ച് പോയിന്റ് ഓൺ ദി വേവ് ഫ്രണ്ട് എന്താ ആയിട്ട് ആക്ട് ചെയ്യുന്നു? Each point on the wavefront act as source of secondary wavelets. Okay, അത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഓക്കെ, നിങ്ങളിപ്പോൾ കൺസിഡർ ചെയ്യാണ്, ഇപ്പൊ ഇതൊരു സോഴ്സ് ആണ്. ഇതൊരു സോഴ്സ് ആണ്. ഈ സോഴ്സ് ഇതൊരു പോയിന്റ് സോഴ്സ് ആണെന്ന് വിചാരിക്കുക. പോയിന്റ് സോഴ്സ് ആണെങ്കിൽ ഏത് തരത്തിലുള്ള വേവ് ഫ്രണ്ട് ആണ് നമ്മൾ പറഞ്ഞു പോയിന്റ് സോഴ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. അപ്പൊ സ്ഫിയറിന് ഒരു പകുതി മിസ് ഇപ്പം വരയ്ക്കുകയാണെങ്കിൽ എന്താണ്? ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്തു. സോ ഒരു സോഴ്സിൽ നിന്ന് ഒരു വേവ് ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്തു, ഒരു വേവ് ഫ്രണ്ട് വന്നു. അപ്പൊ എന്താണ്? ഫസ്റ്റ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈച്ച് പോയിന്റ് ഓൺ ദി വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ്. അതായത് ഇപ്പൊ ഈ ഒരു വേവ് ഫ്രണ്ട് എടുത്തു, ഇതിനകത്ത് കുറെ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഓരോ പോയിന്റ്സും എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഇങ്ങനെ കുറെ പോയിന്റ്സ് ഇപ്പൊ വരയ്ക്കുകയാണെങ്കിൽ ഈ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും എന്താണ്? ദ ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്. അതായത് ഈ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റുകളും എന്താണ്? പുതിയ വേവ്ലെറ്റ്സ് ഇങ്ങനെ വേവ്ലെറ്റ്സ് ഫോം ചെയ്യാനുള്ള സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഈച്ച് പോയിന്റ് ഓൺ ദി വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ്. വേവ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേവിന്റെ കുഞ്ഞുങ്ങൾ അല്ലെ. ചെറിയ ചെറിയ വേവ്ലെറ്റ്സ് ഇങ്ങനെ ഫോം ചെയ്താണ് എന്താ വേവ് ഫ്രണ്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക. സോ നിങ്ങളൊരു സോഴ്സ് എടുത്തു, ആ സോഴ്സിന് ഒരു വേവ് ഫ്രണ്ട് ഉണ്ടായി. ആ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ദേ ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്. ഇതാണ് നമ്മുടെ ഹൈഗൻസിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പൊ സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? സെക്കൻഡ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ പറയാണ്, ഇപ്പം വേവ് ഫ്രണ്ട് സെക്കൻഡറി വേവ്ലെറ്റ്സ് ആയിട്ട് എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ എന്താ നമുക്കറിയാം, ഈ വേവ് ഫ്രണ്ടുകൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? The secondary wavelets spread out in all direction with speed of light in the given medium. അതായത് ഈ സെക്കൻഡറി വേവ്ലെറ്റ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അല്ലെ? ഇവരൊരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ റെസ്ട്രിക്ട് ചെയ്താണോ? അല്ല അല്ലെ. ദേ മൂവ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഈ വേവ്ലെറ്റ്സ് എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യുന്നു. എങ്ങനെ? ആൻഡ് ദേ പ്രൊപ്പഗേറ്റ് വിത്ത് ദി സ്പീഡ് ഓഫ് ലൈറ്റ്. ആൻഡ് ദേ വിൽ പ്രൊപ്പഗേറ്റ് വിത്ത് ദി സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെ. സോ വേവ്ലെറ്റ്സ് എങ്ങനെ, ഈ വേവ് ഫ്രണ്ടുകൾ എങ്ങനെയാണ് ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യുന്നത്? അവര് സ്പീഡ് ഓഫ് ലൈറ്റിന്റെ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ദേ ട്രാവൽ ഇൻ ഓൾ ഡയറക്ഷൻസ്. ഇനി മൂന്നാമത്തെ എന്താണ്? അപ്പൊ നമുക്കറിയാം, നമ്മൾ വേവ് ഫ്രണ്ട് വരച്ചു അല്ലെ. ഇനി മൂന്നാമത്തെ എന്തായിരുന്നു? ഹൈഗൻസ് പ്രിൻസിപ്പിളിന്റെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇഫ് യു ഡ്രോ എ കോമൺ ടാൻജന്റ് ടു ദ സെക്കൻഡറി വേവ്ലെറ്റ് വി വിൽ ഗെറ്റ് ദ ന്യൂ വേവ് ഫ്രണ്ട് അല്ലെ. നമ്മളിപ്പോ സെക്കൻഡറി വേവ്ലെറ്റ് ഉണ്ടായെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്? സെക്കൻഡറി വേവ്ലെറ്റ്സിന്റെ ഒരു കോമൺ ടാൻജന്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പുതിയ വേവ് ഫ്രണ്ടുകളെ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? സോ ഇത് മിസ് പറഞ്ഞു, സോഴ്സ് വേവ് ഫ്രണ്ട് ഉണ്ടാക്കുന്നു. വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും എന്താണ്? പുതിയ സെക്കൻഡറി വേവ്ലെറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ഇപ്പൊ നിങ്ങളിങ്ങനെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി വേവ് ഫ്രണ്ട് ആണ് അല്ലെ.
ഈ സെക്കൻഡറി വേവ് ഫ്രണ്ടിനെ എല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടാൻജന്റ് വരയ്ക്കുകയാണ്. ഓക്കെ, നിങ്ങൾ അതിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു കോമൺ ടാൻജന്റ് കിട്ടും. ഓക്കെ, പിന്നെന്താണ് ഈ കോമൺ ടാൻജന്റിലാണ് പിന്നീട് നമ്മൾ ഓരോ പോയിന്റ്സ് വരച്ചിട്ട് അടുത്ത വേവ് ഫ്രണ്ട് കിട്ടുക. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ഓക്കെ, സോ തേർഡ് പോയിന്റ് എന്താണ്, ഇഫ് യു ഡ്രോ എ കോമൺ ടാൻജന്റ് കണക്ടിങ് ദി സെക്കൻഡറി വേവ്ലെറ്റ്സ് നമുക്ക് എന്താണ് പുതിയ വേവ് ഫ്രണ്ട് കിട്ടും. ഓക്കെ, സോ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതാണ് തേർഡ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ തേർഡ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ് നമുക്ക് കിട്ടുക, ഓരോ പോയിന്റും നമ്മുടെ സെക്കൻഡറി വേവ്ലെറ്റിലെ ഓരോ പോയിന്റും എന്തായിട്ട് ആക്ട് ചെയ്യും, നമുക്ക് പുതിയൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ എല്ലാം ഒരു കോമൺ ടാൻജന്റ് എടുക്കുവാണെങ്കിൽ നമുക്കൊരു ന്യൂ വേവ് ഫ്രണ്ട് കിട്ടുമെന്നാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അത് ഇതിലെന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നേ, നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, അതായത് ഇതൊരു ഫസ്റ്റ് വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, വേവ് ഫ്രണ്ട് ആണ്. ഇതിലെ ഓരോ പോയിന്റും എന്തായിട്ട് ആക്ട് ചെയ്യും, പുതിയ സെക്കൻഡറി വേവ്ലെറ്റ്സിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ. ഇത് ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, അങ്ങനെ ഓരോ പോയിന്റും. എന്നിട്ട് എന്താ സംഭവിക്കുക, ഈ സെക്കൻഡറി വേവ്ലെറ്റ്സിനെ എല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളൊരു ടാൻജന്റ് വരയ്ക്കുന്നു അല്ലെ, നിങ്ങളൊരു ടാൻജന്റ് വരയ്ക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക, ഇങ്ങനെ ഒരു ടാൻജന്റ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ വേവ് ഫ്രണ്ട് കിട്ടി അല്ലെ. ഇത് ഫസ്റ്റ് വേവ് ഫ്രണ്ട്, ഇത് സെക്കൻഡ് വേവ് ഫ്രണ്ട്. സോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, സോ ഈ മൂന്ന് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹൈഗൻ എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് വേവ് ഫ്രണ്ടുകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്, സെക്കൻഡറി വേവ്ലെറ്റ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അവയിൽ നിന്ന് പുതിയ വേവ് ഫ്രണ്ടുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെല്ലാം ഹൈഗൻസ് പ്രിൻസിപ്പിളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലൈറ്റ് ഒരു വേവ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ ലൈറ്റ് ഒരു വേവ് ആണെന്നുള്ള പ്രിൻസിപ്പിളിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ്. ഓക്കെ, സോ ഈ ഒരു മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും അതെങ്ങനെയാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ റിഫ്ലക്ഷൻ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ് അടുത്ത സെഷനിൽ. എന്താണ്, യൂസിങ് ഹൈഗൻസ് വേവ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഹൈഗന്റെ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് ലൈറ്റിനെ ഒരു വേവ് ആയി കൺസിഡർ ചെയ്ത് നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, സോ ഹൈഗൻസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമുക്കറിയാം, ഓക്കെ, നമ്മളൊരു റിഫ്ലക്ഷൻ ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് അല്ലേ, റിഫ്ലക്ഷൻ. സോ മക്കളെ, നമ്മൾ എന്താണ് രണ്ട് പാരലൽ റേസ് കൺസിഡർ ചെയ്യണം അല്ലേ. ഓക്കെ, ഇൻഫിനിറ്റി എന്ന് വരുന്ന രണ്ട് പാരലൽ റേസിനെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അത് പോയിന്റ് എയിലും ബിയിലും ഇൻസിഡന്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് റേസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും വേവ് ഫ്രണ്ട്. ഓക്കെ, സോ റേസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എപ്പോഴും വേവ് ഫ്രണ്ട് വരിക. സോ എ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ രണ്ട് റേസ് ഇൻസിഡന്റ് ആണ്. അപ്പൊ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടൊരു വേവ് ഫ്രണ്ട് നമ്മൾ വരയ്ക്കുന്നു. അതായത് ഇൻസിഡന്റ് റേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന വേവ് ഫ്രണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. സോ എ ബി ഇസ് എ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. സോ മനസ്സിലായല്ലോ, രണ്ട് റേസ് വരുന്നു പാരലൽ ആയിട്ട്, ഇൻഫിനിറ്റിന്ന് എയും ബിന്ന് പോയിന്റിൽ അവർ വരുന്നു. സോ എന്താണ്, റേസിന് പാരലൽ ആയിട്ടുള്ള റേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ വേവ് ഫ്രണ്ട് വരയ്ക്കുക അല്ലെ. അപ്പോൾ വേവ് ഫ്രണ്ട് നിങ്ങൾ എനെയും ബിനെ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ വാട്ട് വി വിൽ ഗെറ്റ്, നമുക്ക് നമ്മുടെ ഫൈനൽ എ ബി എന്ന് പറഞ്ഞ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് കിട്ടി. ഇനി നമ്മൾ പറയാണ് എന്താ, ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി അല്ലെ നമ്മുടെ റേ. ഓക്കെ, ഇനി എന്തായി, ബിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് എവിടെ എത്തി, ബിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് എവിടെ എത്തി, സി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തി. ഓക്കെ, സോ റേ എന്ത് പറ്റി, ബിയിലായിരുന്നു എത്തിയത്, അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് എവിടെ എത്തി, സി എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. ഓക്കെ, സി എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. ഓക്കെ, സോ നമ്മൾ പറയാണ് ബിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് സിയിലെത്തി നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇവര് ഈ എത്തിയത്, ഓക്കെ, എത്തിയെന്ന് പറഞ്ഞു. ഇതിന് ബി സിയിൽ എത്താൻ എത്ര ടൈം എടുത്തു എന്ന് നമ്മൾ അതിനെ എങ്ങനെയാ പറയാ, നമ്മൾ പറയാണ് ഓക്കെ, സോ ബി റീച്ച്ഡ് ഇൻ ടൈം ടി. ഓക്കെ, സോ ബി എത്ര ടൈം എടുത്താണ് ടിയിലെത്തിയത്, ബി ടി ടൈം എടുത്താണ് എവിടെ എത്തിയത്, സിയിലെത്തിയത്. ഓക്കെ, സോ സി എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. സോ നിങ്ങൾ ഇത് വരയ്ക്കുമ്പോൾ എന്താണ്, ഏകദേശം അത് ഒരു ഇതിൽ വരുന്ന പോലെ വരയ്ക്കുക. ഓക്കെ, സോ ബി സി എന്ന് പറഞ്ഞ പോയിന്റിലെത്തി, എത്ര ടൈം ഉണ്ട്, ബി റീച്ച്
പോയിന്റ് സി. ഓക്കെ, ഇതാണ് പോയിന്റ് സി. ബി എത്ര സമയത്തിനാണ് എടുത്തത്? സോ ബി റീച്ച് പോയിന്റ് സി. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കും. ഓക്കെ, ബി പോയിന്റ് സിയിൽ എത്തിയത് എത്ര ടൈം കൊണ്ടാണ്? ടൈം ടിയിലാണ്. ഓക്കെ, ആൻഡ് എത്ര വെലോസിറ്റിയിലാണ് സഞ്ചരിച്ചത് ലൈറ്റ് ആ സമയത്ത്? ലൈറ്റ് ഈ ബി സി എന്നൊക്കെ നമ്മൾ പറഞ്ഞ ലൈറ്റ് ആണ് മൂവ് ചെയ്യുന്നത് അല്ലെ. ലൈറ്റ് ബി എന്ന പോയിന്റിൽ നിന്ന് സിയിലെത്താൻ ടി ടൈം എടുത്തു. ഏത് വെലോസിറ്റിയിലാണ് സഞ്ചരിച്ചത്? v1 വെലോസിറ്റി. ഓക്കെ, സോ ബി സിയിൽ എത്താൻ വേണ്ടിയിട്ട് v1 ടൈമും എടുത്തു. v1 വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തു ടി ടൈമിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിളിക്കാം? ബി സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി, നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബി സി എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്തായിരിക്കും? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഡിസ്റ്റൻസ് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം അല്ലെ. ബി സിയിൽ എത്താൻ വേണ്ടിയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയായിരുന്നു? v1 സ്പീഡിലാണ് ബിയിൽ നിന്ന് സിയിൽ ലൈറ്റ് എത്തിയത് അല്ലെ. അപ്പോൾ അത് v1 ഇൻറ്റു ടൈം എത്രയാണ്? ടി. ഓക്കെ, അപ്പം ബി സിയിലെത്തി. ഇനി നമ്മൾ ഒരു റേയുടെ കാര്യം നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി പോയിന്റ് എയിലെത്തിയ റേ എന്താണ്? എയിലെത്തിയ റേ എന്ത് പറ്റും? റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, എയിലെത്തിയ റേ എന്ത് സംഭവിക്കും? റിഫ്ലക്ട് ചെയ്ത് സം പോയിന്റ് ഡിയിലെത്തും. ഓക്കെ, റിഫ്ലക്ട് ചെയ്ത് എന്ത് എത്തും? ഒരു പോയിന്റിലെത്തും. ആ പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി. ഓക്കെ, സോ മക്കളെ ബി സിയിലെത്തി, എ എന്താണ്? റിഫ്ലക്ട് ചെയ്ത് എവിടെ എത്തി? പോയിന്റ് ഡിയിലെത്തി. ഓക്കെ, പോയിന്റ് ഡിയിലെത്തി. അപ്പൊ നമുക്കറിയാം എ ബി സിയിലും എത്തി, എ ഡിയിലും എത്തി. അങ്ങനെയാണ് എ ഡി എന്തായിരിക്കും? എ ഡി എന്തായിരിക്കും? നമുക്കറിയാം ഇതൊരു ഒറ്റ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് അല്ലെ. ഒരു സർഫസിൽ തന്നെയാണ്, രണ്ട് മീഡിയം ഒന്നുമല്ല, ഒരേ പ്ലെയിനിൽ സർഫസിൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ ഇതെല്ലാം ഈ ഒരു മീഡിയത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അതും എന്ത് തന്നെയായിരിക്കും? എ ഡിയിൽ എത്താനും എത്ര ടൈം തന്നെ എടുത്തു? ടി ടൈമിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, എ എന്ന പോയിന്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ലൈറ്റ് ഡിയിൽ എത്താൻ വേണ്ടി എത്ര ടൈം എടുത്തു? ടി ടൈമിലാണ്. അവിടെയും വെലോസിറ്റി എത്ര തന്നെയായിരുന്നു? v1 വെലോസിറ്റിയിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എ ഡി എന്തായിരിക്കും? എ ഡി ഈസ് ഈക്വൽ ടു v1t. കാരണം എന്താണ്? സെയിം മീഡിയത്തിലാണ് നടക്കുന്നത്, അതുപോലെ തന്നെ ടൈമും സെയിം ആയിരുന്നു. അതുപോലെ തന്നെ ട്രാവൽ ചെയ്ത വെലോസിറ്റി v1 തന്നെയായിരുന്നു അല്ലെ. കാരണം സെയിം മീഡിയം തന്നെയാണ്. അപ്പോൾ v1 തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. സോ ബി സിയിലെത്താൻ എടുത്ത ഡിസ്റ്റൻസ് ബി സി ഈക്വൽ ടു v1t. അതുപോലെ എയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ലൈറ്റ് ഡിയിലെത്താൻ എടുത്ത ഡിസ്റ്റൻസ് എ ഡി ആണ്. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു v1t. ഓക്കെ, അപ്പം ബി സിയും എ ഡിയും എന്ത് തന്നെയാണ്? v1t ആണ് നമുക്ക് കിട്ടി. അപ്പൊ മക്കളെ എയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ഈ ഡിയിലേക്ക് നമ്മൾ എങ്ങനെ വെറുതെ അങ്ങ് മൂവ് ചെയ്യണോ ചെയ്യുന്നത്? നമ്മൾ ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ശരിക്കും ട്രാവൽ ചെയ്തത്? എയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ ചെറിയ വേവ് ഫ്രണ്ടുകളായിട്ട് പോയി എത്തുവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ശരിക്കും അവിടെ എന്താണ്? ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഇപ്പൊ എന്താണ്? നിങ്ങൾ മെഷർ ചെയ്യുവാണെങ്കിൽ ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഏകദേശം ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഒരു കോമ്പസ് എടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഡിസ്റ്റൻസ് വരയ്ക്കണ സെയിം നമ്മൾ ആർക്ക് ലെങ്ത്തിൽ വരയ്ക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് എ ഡിയും കിട്ടും. ഓക്കെ, സോ ഇനി എന്താണ്? അപ്പം ഡിയും സിയും ആണ് നമ്മുടെ പോയിന്റ്സ് ഇനിയുള്ളത് അല്ലെ. ഫൈനൽ ബി സിയിലെത്തി, എ ഡിയിലെത്തി. അപ്പൊ അത് രണ്ടിനും ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഇത് രണ്ടും റിഫ്ലക്റ്റഡ് ഇതിൽ നിന്നുള്ള അല്ലെ. അപ്പം ഇതിനെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? യു വിൽ ഗെറ്റ്, നിങ്ങൾക്ക് കിട്ടുന്ന എന്ത് വേവ് ഫ്രണ്ട് ആയിരിക്കും? നമുക്ക് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ഓൾറെഡി കിട്ടി അല്ലെ. അപ്പം ഇതിനെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളൊരു പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഇത് വരയ്ക്കുകയാണെങ്കിൽ വാട്ട് യു വിൽ ഗെറ്റ്? നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നത്? റിഫ്ലക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ. അപ്പം ഡി സി എന്ന് പറയുന്നതായിരിക്കും റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ഓക്കെ, സോ നമുക്ക് ഡി സി ആണ് നമ്മുടെ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് അല്ലെ. ഡി സി ആയിരിക്കും റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. സോ നമുക്ക് ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടും കിട്ടി. ഓക്കെ, സോ എ ബി ആയിരിക്കും ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്, ഡി സി ആയിരിക്കും റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്കിപ്പം രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി. ഓക്കെ, ഇനി ഇതിനെ വെച്ചിട്ടാണ് നമുക്ക് ആംഗിൾസ് ഒക്കെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് എന്താണ്? നിങ്ങൾക്ക് ഇൻസിഡന്റ് റേസും ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും കിട്ടി, റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടും കിട്ടി. ഓക്കെ, സോ ഇത് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നിങ്ങൾ എപ്പോഴും എന്ത് വരയ്ക്കേണ്ടേ? റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ഇത് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾ എന്ത് വരയ്ക്കുക? റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് വരയ്ക്കുക. ഓക്കെ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്താ വരയ്ക്കേണ്ടത്? റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് വരയ്ക്കുക. ഓക്കെ, സോ ഇത് രണ്ടുമാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ഓക്കെ, ഓക്കെ ആണോ?
റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് വരയ്ക്കുക. സോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നത് നമുക്കത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. സോ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടിന് എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, സോ നിങ്ങൾ വരയ്ക്കുമ്പോൾ റൂളർ വെച്ചിട്ട് തന്നെ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചുകൂടി കൺവീനിയൻറ്റ്. ഓക്കെ, സോ വരച്ചു, പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, പോയിന്റ്സ് തെറ്റിപ്പോയാൽ ശ്രദ്ധിക്കുക കേട്ടോ. എയിൽ നിന്ന് നമുക്ക് ഡിയിലെത്തി, ബിയിൽ നിന്ന് നമുക്ക് സിയിലെത്തി. ഓക്കെ, ഇനി ഇപ്പം നമുക്ക് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് കിട്ടി, ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും കിട്ടി. ഇൻസിഡന്റ് റേസ് പറയാം, റിഫ്ലക്റ്റഡ് റേസ് പറയാം. അപ്പം നമുക്ക് എന്താ ചെയ്യണ്ടേ, നമുക്ക് ഇനി പ്രൊസീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് റിഫ്ലക്ഷൻ്റെ ഇതാണ് വേണ്ടത് അല്ലേ. അപ്പം നമുക്ക് ആംഗിൾസ് എന്തായാലും മാർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആംഗിൾസിനെ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, നോർമലുകൾ വരയ്ക്കുക അല്ലേ. നോർമലുകൾ വരയ്ക്കുക. എന്തിന്, പോയിന്റ് എയിലും പോയിന്റ് സിയിലും ഉള്ള നോർമലുകൾ വരയ്ക്കുക. ഓക്കെ, സോ പോയിന്റ് സിയിൽ ഞാനൊരു നോർമൽ വരച്ചു. ഇനി അടുത്ത ഏതിലാണ്, പോയിന്റ് എയിലും നോർമൽ വരച്ചു. ഓക്കെ, സോ പോയിന്റ് എയിലും പോയിന്റ് സിയിലും നമുക്ക് നോർമൽ വരയ്ക്കാം. ഇനി എന്താണ്, നമുക്ക് ആംഗിളുകളെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എയിൽ ശ്രദ്ധിച്ചേ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റേ ആണ്. പോയിന്റ് എയിൽ ഇത് നമുക്ക് നോർമലാണ്. ഓക്കെ, അപ്പം ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കും, ആംഗിൾ ബിറ്റ്വീൻ ദി ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് എന്തായിരുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡന്റ്. സോ ഇതിനെ നമ്മൾ ആംഗിൾ ഐ എന്ന് മാർക്ക് ചെയ്യുക അല്ലേ. എന്താണ് നമ്മൾ മാർക്ക് ചെയ്യുക, ആംഗിൾ ഐ. ഇതാണ് ആംഗിൾ ഐ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, എ ബി എന്ന് പറയുന്നത് നമ്മുടെ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ് അല്ലേ. അപ്പോൾ ഇൻസിഡന്റ് വേവ് ഫ്രണ്ടിനും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായിരിക്കും, ടോട്ടൽ ആംഗിൾ 90 ആയിരിക്കും. പക്ഷെ ഓൾറെഡി ഒരു ഐ പോയിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് ഇൻസിഡന്റ് റേ ആണ്, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്, ഇടയ്ക്കുള്ള നോർമൽ ആണ്. സോ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ആയിരിക്കും. ഓൾറെഡി ഐ പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്രയായിരിക്കും, 90 മൈനസ് ഐ. ഓക്കെ, 90 മൈനസ് ഐ, അതായത് ആംഗിൾ ബിറ്റ്വീൻ ദി ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആൻഡ് ദി ഇൻസിഡന്റ് റേ. ഓക്കെ, ഇനി അടുത്ത ആംഗിൾ എന്തായിരിക്കും മക്കളെ, നമുക്കറിയാം ഇത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്, ഇതെന്താണ്, റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് അല്ലേ, റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും, ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നതായിരിക്കും, നമുക്കറിയാം അത് 90 ആയിരിക്കും. പക്ഷെ എന്താണ്, അതിൽ ഓൾറെഡി എത്ര പോയി, ഈ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ആയിരിക്കും അല്ലേ ഈ ആംഗിൾ എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, ഓൾറെഡി 90 മൈനസ് ഐ പോയി. അപ്പം 90 മൈനസ് ഐ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 90 കട്ടായി പോയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഐ ആയിരിക്കും അല്ലേ. സോ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഐ. ഓക്കെ, സോ പോയിന്റ് എയിലുള്ള 3 ആംഗിൾസ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് സിയിലുള്ള 3 ആംഗിൾസിനെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് സി ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പോയിന്റ് എ ആൻഡ് പോയിന്റ് സി. ഇനി സിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, സിയിൽ ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്, ഇത് നോർമൽ ആണ്. വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ, റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിളിനെ നമ്മൾ എന്താ പറയുക, ഇറ്റ് ഈസ് കോൾഡ് ആസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്റ്റഡ് റേക്കും അതുപോലെ തന്നെ നോർമലിനും ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയാ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി അടുത്തത് എന്തായിരുന്നു, ഇതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്, ഇത് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ് അല്ലേ. റിഫ്ലക്റ്റഡ് റേയും റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ, അവരെപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ആ ആംഗിൾ പോയി. അപ്പോൾ ബാക്കിയുള്ള ആംഗിൾ എത്രയായിരിക്കും, ഈ ആംഗിൾ എന്തായിരിക്കും, ഇറ്റ് ഈസ് കോൾഡ് ആസ് 90 മൈനസ് ആർ. ഓക്കെ, ഈ ആംഗിൾ എന്തായിരിക്കും, 90 മൈനസ് ആർ. ഓക്കെ ആണോ. ഇനി ഒരു ചെറിയ ആംഗിളും കൂടി ഉണ്ട്. അത് ഏതായിരുന്നു ആംഗിള്, നമുക്കറിയാം ബാക്കിയുള്ള ഈ ആംഗിൾ അല്ലേ, അതായത് ആംഗിൾ ബിറ്റ്വീൻ ദി റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആൻഡ് ദി റിഫ്ലക്റ്റിംഗ് സർഫസ്. റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എന്താണ് റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ആംഗിൾ അത് എത്രയായിരിക്കും മക്കളെ, നിങ്ങൾക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. പക്ഷെ 90 മൈനസ് ആർ പോയി അല്ലേ. അപ്പം 90 മൈനസ് ആറിന് നമുക്ക് എന്ത് പറയാം, 90 മൈനസ് ആർ എന്ന് പറയുമ്പോൾ 90 കട്ടായി പോയി, യു വിൽ ഗെറ്റ് ആർ. ഓക്കെ, സോ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദിസ് ആംഗിൾ ഇസ് ആംഗിൾ ആർ. ഓക്കെ, സോ ഈ ആംഗിളായി ഇത് ആംഗിൾ ആർ. ഓക്കെ, അപ്പൊ പോയിന്റ്സ് മാർക്ക് ചെയ്യുക കറക്റ്റ് ആയിട്ട്. എന്താ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നോർമൽ എവിടെയാണ് വരുന്നത്, അതുപോലെ തന്നെ എന്താണ് റിഫ്ലക്റ്റഡ് റേ, എന്താണ് ഇൻസിഡന്റ് റേ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഐ 90 മൈനസ് ഐ ഇവിടെയായി, അതുപോലെ ഇവിടെ
ആർ 90 മൈനസ് ആർ ആർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയല്ലോ. ഇനി നമ്മൾ രണ്ട് ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്യാം. ഏതൊക്കെയാണ് മക്കളെ നമ്മുടെ ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബി എന്ന് പറഞ്ഞ പോയിന്റ് ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ടോട്ടൽ ആംഗിൾ. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ എ ബി സിയിലെ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റേ ആണ്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി ആണ് ആംഗിൾ ബി എന്ന് പറഞ്ഞത്. സോ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതുപോലെ തന്നെ ട്രയാങ്കിൾ എ ഡി സി എന്ത് തന്നെയായിരിക്കും? ഡി എന്ന് പറഞ്ഞ ആംഗിൾ 90 ആയിരിക്കും വരിക. ഓക്കെ, കാരണം എന്താണ്? ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്കറിയാം റിഫ്ലക്റ്റഡ് വേവ് റേയും ഉണ്ട്, റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടും ഉണ്ട്. ഓക്കെ, അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ ബി 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡി അല്ലേ? ബി 90 ഡിഗ്രി വരും. അതുപോലെ തന്നെ ഡി. ഓക്കെ, ഇത് രണ്ടും എന്ത് വരും? 90 ഡിഗ്രി വരും. സോ ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ എ ഡി സിയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ രണ്ടിലും വരുന്നുണ്ട്, ബിയിലും ഡിയിലും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുകയാണ്. ട്രയാങ്കിൾ ഏതൊക്കെയായിരുന്നു നമ്മുടെ രണ്ട് ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ എ ബി സി, അതുപോലെ തന്നെ ട്രയാങ്കിൾ എ ഡി സി. ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് ട്രയാങ്കിൾ എ ബി സിയിൽ എന്താണ് നമുക്കറിയാവുന്ന രണ്ട് സൈഡ്സ് ഉണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? ഈ ഒരു ഫിഗറിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ. ബി സിയിൽ എത്താൻ എടുത്ത ഡിസ്റ്റൻസ് ബി സി, എ ഡിയിൽ എത്താൻ എടുത്ത ഡിസ്റ്റൻസ് എ ഡി അല്ലേ? അപ്പൊ ബി സിയും എ ഡി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ബി സി എന്തായിരുന്നു? ബി സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? അതായത് v1 ഇൻറ്റു ടി. സോ ബി സി v1 ടി ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ എന്തായിരുന്നു? എ ഡിയിൽ എത്താൻ വന്ന ഡിസ്റ്റൻസ് അല്ലേ? എ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ ഡിയും v1 ടി ആണ്. പിന്നെ ആംഗിൾ ബി 90 ഡിഗ്രി വരും, ഡിയും 90 ഡിഗ്രി വരും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, വേറെ എന്തെങ്കിലും നമുക്ക് ഈക്വൽ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ? എ സി എന്ന് പറയുന്നത് ഒരു കോമൺ സൈഡ് ആണ് അല്ലെ? നിങ്ങൾ ഈ ഒരു ഫിഗറിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രയാങ്കിൾ എ ബി സിക്കും ട്രയാങ്കിൾ എ ഡി സിക്കും കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് എന്താണ്? എ സി ആണ് അല്ലെ? എ സി എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും ഹൈപ്പോട്ടന്യൂസ് ആണ്. ട്രയാങ്കിൾ എ ബി സിയുടെയും എ ഡി സിയുടെയും കോമൺ സൈഡും ആണ്. അതുപോലെ തന്നെ ഹൈപ്പോട്ടന്യൂസും ആണ് എന്ത്? എ സി എന്ന് പറഞ്ഞ സൈഡ്. സോ എ സി എന്ന് പറഞ്ഞ സൈഡ് രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണ് അല്ലെ? രണ്ട് ട്രയാങ്കിളും കോമൺ ആണ്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, രണ്ട് സൈഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആംഗിളും ഇൻക്ലൂഡിങ് ആംഗിളും. സോ എന്താണ്? ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എ ഡി സി. ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എ ഡി സി. സോ നമ്മൾ കോൺഗ്രുവൻസ് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ പറയാണ് ആംഗിൾ ഓപ്പോസിറ്റ്സ്. ഓക്കെ, ഈക്വൽ സൈഡ്സ് നമ്മൾ പഠിച്ചു. ബി സിയും എ ഡിയും ഈക്വൽ ആണ് അല്ലെ? ബി സി എ ഡിയുടെ ഡിസ്റ്റൻസ് എന്താണ്? v1 ടി ആണ്. അപ്പൊ ഈ ഈക്വൽ ഇത് രണ്ടും കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണെങ്കിൽ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെയാണ്? ഇത് രണ്ടും ഈക്വൽ സൈഡ്സ് ആണ് അല്ലെ? അപ്പൊ ബി സി ശ്രദ്ധിക്കുക. ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ ഐ. എ ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ ആർ അല്ലെ? അപ്പം ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ് മക്കളെ നമ്മൾ പ്രൂവ് ചെയ്തത്? ബൈ കോൺഗ്രുവൻസ് ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. അതായത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഹെൻസ് the law of reflection is proved by using Huygens principle. Huygens principle ഇവിടെ യൂസ് ചെയ്ത് എങ്ങനെയാണ്? റിഫ്ലക്ട് ചെയ്ത വേവ് ട്രാവൽ ചെയ്യുന്നത് സെക്കൻഡറി വേവ്ലെറ്റ്സ് ആയിട്ട് ചെന്നാണ് പുതിയ വേവ് ഫ്രണ്ട് ഫോം ചെയ്ത് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആക്കിയത് അല്ലേ? അപ്പം നമ്മൾ ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തത് എന്താണ്? ഹൈഗൻസ് പ്രിൻസിപ്പിളിലെ ആ ഒരു ബേസിക് ഫാക്ട് വെച്ചാണ്. ഓക്കെ, സോ ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദ റിഫ്ലക്ഷൻ ഓക്കെ ബൈ യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. നിങ്ങൾ ഈ ഒരു ഫിഗർ വരയ്ക്കുക. എ ബി ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്. ബി സിയിലെത്തി, എ ഡിയിലെത്തി. അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. രണ്ടും വെലോസിറ്റി ഒരേ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുക. ബി സിയിലെത്താനും അതുപോലെ തന്നെ എയിൽ നിന്ന് ഡിയിലെത്താനും. സോ രണ്ടിന്റെയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ v1 ഇൻറ്റു ടി ആയിരിക്കും. പിന്നെ ഡിയും സിയും നമുക്ക് കിട്ടി അല്ലേ? അതിനുശേഷം അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പെർപെൻഡിക്കുലർ വരച്ചാൽ യു വിൽ ഗെറ്റ് സി ഡി ആസ് എ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. അതിനുശേഷം നിങ്ങൾ നോർമൽ വരയ്ക്കുക, ആംഗിൾസ് മാർക്ക് ചെയ്യുക, രണ്ട് ട്രയാങ്കിൾ എടുക്കുക, അതിന്റെ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ളതും ആംഗിളും ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടും തമ്മിൽ കോൺഗ്രുവന്റ് ആണെന്ന് മനസ്സിലാവും. പിന്നെ എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. സോ ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. സോ റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്താണ് മനസ്സിലാക്കി പഠിക്കുക മക്കളെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ റിഫ്ലക്ഷനെ കുറിച്ചാണ് പറഞ്ഞ് മെയിൻ ആയിട്ട് ഹൈഗൻസ് പ്രിൻസിപ്പിളും പറഞ്ഞു, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനും അല്ലേ.
വേവ് ഫ്രണ്ട് എന്താണെന്നൊക്കെ. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്താണ് കറക്റ്റായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഓക്കെ ഒരു റിവിഷൻ പോലെ നിങ്ങൾ പക്ക ആക്കി വെക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സോ സീ യു ദെൻ, ബൈ.